ഷിയോ അബ്ദുള്ള, നമുക്ക് നിസ്കാരത്തിൽ തുടങ്ങാം. നിസ്കാരത്തിന് ക്ലാസ് റൂം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടത്തിയ സമരം വളരെ ആലോചിച്ചുറപ്പിച്ച് ആസൂത്രിതമായി സംഘടിപ്പിച്ചതല്ലേ? അങ്ങനെ ആസൂത്രിതമായി സംഘടിപ്പിച്ചതാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ തെളിവ് വേണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ത്രീക്കും പുരുഷനും നമസ്കാരം നിർബന്ധമാണ് 5 നേരം. ഈ ചില കാരണങ്ങളാൽ വിദ്യാർത്ഥികൾ ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് കോളേജ് വിട്ടതിന് ശേഷം ഒന്നിച്ച് ചെയ്താൽ മതി. പിന്നെ ഉച്ചനേരത്തെ നമസ്കാരത്തോടൊപ്പം വൈകുന്നേരത്തെ നമസ്കാരം നിർവഹിക്കാം, അല്ലെങ്കിൽ മറിച്ചും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതൊരു നിർമ്മല കോളേജിൽ മാത്രമുള്ള സംഭവമല്ല. ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുടനീളം ക്രൈസ്തവ മാനേജ്മെൻറ്റുകളും ഹൈന്ദവ മാനേജുകളും മുസ്ലിം മാനേജുകളൊക്കെ അനുവദിക്കുന്ന സംഭവമാണ്. ഇതെങ്ങനെയാണ് ഒരു ഇഷ്യൂ ആയി മാറിയത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ പലരും ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്ക് ദേവഗിരി കോളേജൊക്കെ ഉള്ള കോളേജുകളിൽ എല്ലാം പഠിച്ചവരാണ്. അവർക്കൊക്കെ അവിടെ അനുവാദമുണ്ട്. ഇത് കവിഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് നേരത്തെ സമയമാണ്. അത് ബ്രേക്ക് ടൈമിൽ ഇവർ ക്ലാസ് റൂം ഒന്നതിന് ആവശ്യമില്ല. ചെറിയൊരു ഇടം ഒന്ന് കുമ്പിട്ട് പൊന്തുക ഇതേ ആവശ്യമുള്ളൂ. അത് അനുവദിച്ചു എന്നതുകൊണ്ട് കോളേജ് കെട്ടിടം താഴോട്ട് വീഴുകയില്ല. അഥവാ ഇനി ഒരു നിലക്ക് വരും ഇവർ അനുവദിക്കുകയില്ല എങ്കിൽ ഇവർക്ക് പുറത്ത് പോയി ബ്രേക്ക് ടൈം കഴിഞ്ഞതിന് ശേഷം നിർവഹിക്കാവുന്നതാണ്. ഇതൊന്ന് നമ്മൾ തമ്മിൽ അകലാനുള്ളതായ ഇഷ്യൂ ആക്കി മാറ്റുകയും അതിനെ പർവ്വതീകരിച്ച് വലുതാക്കി എന്തൊക്കെയോ ആക്കി അവതരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാവശ്യമില്ല. ഇതിലൊന്നും ഒരു അജണ്ടയുമില്ല. മുസ്ലിമാണോ അയാൾ നമസ്കരിക്കൽ നിർബന്ധം, അത് ചെയ്യാതിരിക്കാൻ പറ്റൂല. വ്യത്യാസം മുസ്ലിം അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം നമസ്കാരം അനുഷ്ഠിക്കലും അനുഷ്ഠിക്കാതിരിക്കുക. അതിൽ ചെയ്യാൻ വേണ്ടി വേണ്ടത്ര ബ്രേക്ക് ടൈം ഉണ്ട്. അത് അവർക്ക് എവിടെ വെച്ച് നിർവഹിക്കാം. ഇനിയിപ്പോൾ അവിടെ കോളേജ് ആളുടെ സമ്മതിക്കുന്നില്ലെങ്കിൽ കോളേജിൻ്റെ മുറ്റത്തോ കോളേജിൻ്റെ ഇടനായിലോ എവിടെ വെച്ച് ചെയ്യാവുന്നതാണ്. അത് ഒരു ഇഷ്യൂ ഉണ്ടാക്കുക, അങ്ങനെ ഒരു ഇസ്ലാമിക് പരത്തുക, അങ്ങനെ അവർ ഭീകരരായിട്ടും പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ മാതിരി ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശത്തിനും മറ്റും ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യേണ്ടതായ ഒരാവശ്യമില്ല. കേട്ടില്ല കണ്ടില്ല നടിക്കാൻ മാത്രമേ യഥാർത്ഥത്തിൽ സംഗതിയുള്ളൂ. അതിനൊരു ഇഷ്യൂ അതിന് മറുപടി തരാൻ ഞങ്ങൾ തയ്യാറുണ്ട്. ശരി. ഷിയോ അബ്ദുള്ള, മുസ്ലിം മാനേജ്മെൻറ്റിന് കീഴിലുള്ള ഒരു കലാലയത്തിൽ ഒരു വിഭാഗം ഹിന്ദുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഗണപതി ഹോമം നടത്തണം എന്നാവശ്യപ്പെട്ട് പ്രിൻസിപ്പാളിനെ ഉപരോധിക്കുന്നു. ഗണപതി ഹോമം നടത്താനുള്ള അനുവാദം പ്രിൻസിപ്പാൾ നൽകുമോ? പ്രിൻസിപ്പാൾ നൽകുമോ എന്നുള്ള പ്രിൻസിപ്പാളിൻ്റെ വിവേചനത്തിനനുസരിച്ച് നിൽക്കും. കോളേജിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സമല്ലാത്ത രീതിയിൽ അവരുടെ ക്ലാസ് ടൈമിലല്ലാത്ത ഒരവസരത്തിൽ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നമസ്കാരം ആർക്കും ശല്യമില്ലാതെ വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഒരു 5 മിനിറ്റ് നിർവഹിക്കാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അവശിഷ്ടം അതിൻ്റെ ഉണ്ടാവില്ല, ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ ഗണപതി ഹോമമാണ് ഹിന്ദു കുട്ടികൾക്ക് താല്പര്യമെങ്കിൽ അവർക്കത് ചെയ്യാവുന്നതാണല്ലോ. ആരായാലും തടസ്സം. അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മുസ്ലിം സ്ഥാപനങ്ങളിൽ തന്നെ അങ്ങനെ ചെയ്യുന്ന ഇന്ത്യയിലുണ്ട്. എനിക്കറിയാവുന്ന സ്ഥാപനങ്ങൾ. അതിലെന്താ പ്രശ്നമുള്ളത്? അല്ല, ഇപ്പോൾ നിസ്കാരത്തിന് പരിമിതമായ സ്ഥലം മതി, പക്ഷേ ഒരു ക്ലാസ് റൂം വേണമെന്ന് ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുമ്പോൾ അത് സതുദ്ദേശപരമാണോ? അല്ല, ബ്രേക്ക് ടൈമിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ അവരത് ആവശ്യപ്പെടാൻ ഇടയില്ല. അങ്ങനെ ടൈമിൽ പ്രാർത്ഥന നിർബന്ധമായ സമയത്ത് ക്ലാസ് ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് 1 മണി ബ്രേക്ക് ടൈം നമ്മൾ കണക്കാക്കുക. ഉച്ചയ്ക്ക് 1 മണി 1 മുതൽ 2 വരെ ഒഴിവാണ്. ആ സമയത്തിനിടയിൽ നിർവഹിക്കാതെയുള്ളൂ. ബാക്കി നമസ്കാരങ്ങളൊക്കെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നിർവഹിക്കാതെയുള്ളൂ. ഒറ്റ നമസ്കാരത്തിനെ പറ്റിയ സമയം പ്രശ്നം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് സമയം അനുവദിക്കുന്നില്ലേ, അതിന് കൂടുതലാണ് സമയം. പിന്നെ അവിടെ ഒരു പ്രസംഗമൊക്കെ നടക്കും. ഇതല്ലാത്ത ദിവസങ്ങളിൽ പ്രസംഗങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു 3-4 മിനിറ്റ്. അതൊരു ക്ലാസ് റൂമിൽ കുറേ അധികം കുട്ടികളുണ്ടെങ്കിൽ, ഒന്നിലധികം ആളുണ്ടെങ്കിൽ ഇമാമും ജമാഅത്തും എന്ന് പറയും. ഒരാൾ മുമ്പിൽ നിൽക്കുക, മറ്റേ ആളെ പിന്തുടരുക. അങ്ങനെ ഒരു നേതൃത്വം ഉണ്ടാകും പ്രാർത്ഥനയ്ക്ക്. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ സിംഗിളായിട്ടാണെങ്കിൽ നേതൃത്വം വേണ്ട. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ നേതാവും ബാക്കിയുള്ളവർ പിന്നീട് അണിനിരക്കുന്നില്ല. ഇപ്പോൾ കുറേ അധികം വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ക്ലാസ് റൂം അനുവദിച്ചു. എന്താ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? കുട്ടികൾ പ്രാർത്ഥിക്കുകയും
ദൈവവിധിക്കനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ കൂടുതൽ അച്ചടക്കമുള്ളവരും ബസ്സിന് കല്ലെറിയാത്തവരും അധ്യാപകന്മാരെ ഗരാവ് ചെയ്യാത്തവരും അതുപോലെയുള്ളവരൊക്കെ ആയിട്ട് മാറും. മതപരമായ അനുഷ്ഠാനമുള്ള കുട്ടികൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി, അവരിൽ വേണ്ടാത്തത് വളരെ കുറവായിരിക്കും. കഞ്ചാവോ അല്ലെങ്കിൽ അതുപോലുള്ള വേണ്ടാത്തതൊന്നും ഉണ്ടാവില്ല. പെൺകുട്ടികളെ തോണ്ടുന്നവരുണ്ടാവില്ല. പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നത്, ദൈവത്തിന് മുമ്പിൽ വണങ്ങുകയും ദൈവത്തിനെ വന്ദിക്കുകയും ദൈവകൽപ്പന അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാനാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ആദ്യത്തെ വാചകം തന്നെ, ഞാനിതാ ദൈവത്തിന് നേരെ മുഖം തിരിച്ചിരിക്കുന്നു, നിന്റെ അടിമയാണ് ഞാൻ, നീ പറഞ്ഞതെല്ലാം അനുസരിക്കാൻ തയ്യാറാണ് എന്ന് ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കുട്ടി പുറത്തിറങ്ങിയിട്ട് വേറുള്ളവരോട് വികൃതി കാണിക്കൂല. അതുകൊണ്ട് സ്ഥാപനാധികൃതർ അവരത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ചെയ്യാത്ത കുട്ടികളോട് കൂടി പ്രാർത്ഥിക്കാൻ പറയണം. അല്പസമയം അവർക്ക് അനുവദിച്ച് കൊടുക്കുക വേണ്ടത്. ബസ്സിന് കല്ലെറിയാനും വേറെ വേണ്ടാത്ത ചെയ്യാനൊക്കെ കുട്ടികൾ ധാരാളം സമയം എടുക്കുന്നുണ്ടല്ലോ, അതിനൊന്നും അവരെ ശിക്ഷിക്കുന്നുമില്ല. എങ്കിൽ ഇവരല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതിന് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റി. അല്ല, ശ്രീ അബ്ദുള്ള, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് മാനേജ്മെൻറ്റ്. മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ല, അതാണ് ആ സ്ഥലം അനുവദിച്ചു കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ആ പള്ളിയിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ സ്ഥലം അനുവദിക്കുന്നതല്ലേ ഉചിതമായിട്ടുള്ള തീരുമാനം? വിദ്യാർത്ഥിനികൾക്ക് അവിടുത്തെ പള്ളിയിൽ സ്ഥലം അനുവദിക്കണം. അനുവദിച്ചിട്ടില്ലെങ്കിൽ അവർ ബലമായിട്ട് ആ പള്ളിയിലേക്ക് കയറണം. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോകാറുണ്ടായിരുന്നു. എൻ്റെ നാട് ചേന്നമംഗലൂരാണ്. ഇവിടെ സ്ഥിരമായി പെൺകുട്ടികൾ പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു വിരോധവുമില്ല. എത്രയോ കൊല്ലങ്ങളായി. അതിനെ വിലക്കുന്ന ഇവിടുത്തെ മുസ്ലിം യാഥാസ്ഥികരിൽ അതിനെതിരെ മുസ്ലിം പൊരുതണം. മുസ്ലിം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടോ അബ്ദുള്ള? അവസരമുണ്ട്, പക്ഷേ യാഥാസ്ഥികതയിൽ ഒരു വിഭാഗം അത് അനുവദിക്കുന്നില്ല, അവർ തടയുന്നു. അതിനെതിരെ മുസ്ലിം കുട്ടികൾ സംഘടിക്കുകയും പള്ളിയിലേക്ക് മാർച്ച് ചെയ്യുകയും ബലമായി പള്ളിയിൽ പ്രവേശിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പല ചാനലുകളും പറഞ്ഞതാണ്. പക്ഷെ അതിന് ഈ മുസ്ലിം യാഥാസ്ഥിക നേതൃത്വം അതിനെ അനുവദിക്കുന്നില്ല. അവരോടാണ് ഇവർ പോരാടേണ്ടത്, അല്ലാതെ നിർമ്മല കോളേജ് മാനേജ്മെൻറ്റിനോടല്ല.